അതിനിടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF രണ്ടാം സ്ഥാനത്തുണ്ടാകുമെന്നാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതല വഹിച്ച AP അനിൽകുമാർ MLA പറഞ്ഞത്. UDFന് മികച്ച ഭൂരിപക്ഷമുണ്ടാകും. PV അൻവറുമായുള്ള ചർച്ചകൾ കഴിഞ്ഞുവെന്നും ഇനി റീ ഓപ്പൺ ഉദ്ദേശിക്കുന്നില്ലെന്നും AP അനിൽകുമാർ 24നോട് പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന AP അനിൽകുമാർ MLA 24നോടൊപ്പം ചേരുകയാണ്. എന്താണ് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്? ജയം ഉറപ്പാണെന്നാണ് പറയുന്നത്. ജയം ഉറപ്പാണ്. ഭൂരിപക്ഷം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാവും. എടുത്തു പറയാവുന്ന ഭൂരിപക്ഷം ഉണ്ടാവും. ഈ എല്ലാ തരത്തിലുള്ള വോട്ട് ലഭിച്ചു എന്നാണ് കണക്കൂട്ടുന്നത്. UDFന്റെ പ്രവർത്തനം ഒറ്റക്കെട്ടായിരുന്നു. ഗവൺമെൻറ്റിനെതിരായ വികാരം വളരെയധികം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം കിട്ടും. മാത്രമല്ല ഞങ്ങളുടെ ക്യാമ്പുകളിലൊക്കെ വളരെ നല്ല റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ രണ്ടാമത് ആരായിരിക്കും എന്ന് ആലോചിക്കുന്നുണ്ടോ? ഇവിടെ നമുക്കത് പറയാം. അത് പറയുന്നതിലൊരു ബുദ്ധിമുട്ടില്ല. UDFും LDFും തമ്മിലായിരുന്നു ഇവിടെ മത്സരം. UDF വിജയിക്കുമ്പോൾ സ്വാഭാവികം രണ്ടാം സ്ഥാനത്ത് LDF ഉണ്ടാവും. സ്വാഭാവികമല്ലേ. അൻവർ വോട്ട് പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. 23-ാം തീയതി അദ്ദേഹം ഇവിടെ 9 വർഷം MLA ആളാണല്ലോ. 23-ാം തീയതി വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഞങ്ങൾ ആ ഒരു വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്തിട്ടില്ല. ഈ സമയത്തോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വി പ്രകാശിൻ്റെ കുടുംബം വോട്ട് ചെയ്യില്ല, വോട്ട് ബഹിഷ്കരിക്കുമെന്നുള്ള പ്രചാരണമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ വോട്ട് ചെയ്തു. ഒന്നും ഏറ്റില്ല എന്നാണോ? പിന്നെ വളരെ ആസൂത്രിതമായിട്ടാണ് അങ്ങനെ ആ ഒരു കുടുംബത്തെ ഇത്ര വിവാദത്തിലേക്ക് കൊണ്ടുവന്നത്. അവർ 2 തവണയാണ് മാധ്യമങ്ങളെ കണ്ടത്. ആ 2 തവണയും അവർ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് VV പ്രകാശിനോടുള്ള ഈ പാർട്ടിയോടുള്ള അത് എത്രമാത്രം ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. UDF വലിയ വിജയം നിലമ്പൂരിൽ നേടുമെന്നുള്ളതാണ് AP അനിൽകുമാർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അബിദ് കല്ലയ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 നിലമ്പൂർ.